ഹലോ, ഇന്നൊരു വെറൈറ്റി വീഡിയോ ഓടിച്ചാലോ? രാവിലെ എണീച്ച് അലക്കാൻ നിൽക്കുന്ന സമയത്താണ് ക്ലോത്ത് വാഷ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് അതിനെ ഉണ്ടാക്കാലോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങളും പഠിച്ചു. അതിനുവേണ്ടി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ക്ലോത്ത് വാഷ് കിറ്റ് വേണം, 2 ബക്കറ്റ്, കോല്, ഗ്ലൗസ് നിർബന്ധമായിട്ട് വേണം. ഇനി ഇൻസ്ട്രക്ഷൻസ്. ഇതിനായിട്ട് നമ്മൾ എടുക്കുന്ന ബക്കറ്റ്, കോല് തുടങ്ങിയ പ്ലാസ്റ്റിക് തന്നെയായിരിക്കുക. അലൂമിനിയം, സ്റ്റീൽ, ഇരുമ്പ്, തുരുമ്പ് പോലത്തെ ഉപയോഗിക്കാതിരിക്കുക. 2 ഗ്ലൗസ് ധരിക്കുക. 3 ലൈൻ ഇളക്കുന്ന രീതി ഒരേ ദിശയിലായിരിക്കും, അതായത് ക്ലോക്ക് വൈസ്. ഇനി നമുക്ക് കിറ്റിലെ അവതാരങ്ങളെ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ സിലറി, സെക്കൻഡ് വൺ ഈ കല്ല് പോലത്തെ വെള്ള സാധനമാണ് കാസ്റ്റിക് സോഡ. പോൻ കിറ്റിൽ കല്ല് പൊടി ഇരിക്കുന്ന വെള്ള SLS ലിക്വിഡ് വരുന്നുണ്ട്. പിന്നെ ഈ വെള്ളപ്പൊടി വരുന്നത് സാൾട്ടാണ്. പിന്നെ ടിനോപ്പാൽ വരുന്നുണ്ട്, കളർ വരുന്നുണ്ട്, പെർഫ്യൂം വരുന്നുണ്ട്. ടോട്ടൽ 7 ഐറ്റംസ് ആണ് വരുന്നത്. ഈ ഐറ്റംസ് കൊണ്ട് നമുക്ക് 6 ലിറ്റർ ക്ലോത്ത് വാഷ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ട് പണ്ണലാമാ. അതിനെ നമുക്ക് 2 ബക്കറ്റ് എടുക്കാം. ഒരു ബക്കറ്റിൽ 3 ലിറ്റർ വെള്ളം, രണ്ടാമത്തെ ബക്കറ്റിൽ 2 ലിറ്റർ വെള്ളം. 3 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ സ്ലറി എന്ന് പറയുന്ന ഫസ്റ്റ് ഐറ്റം ഒഴിക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി 2 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഇടേണ്ട സാധനമാണ് കാസ്റ്റിക് സോഡ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കല്ല് പോലത്തെ വെള്ള സാധനം. അത് 2 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കംപ്ലീറ്റ് ഇടുക, അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ടൈം ബക്കറ്റിന് ചെറിയ ചൂട് കാലിലൊക്കെ അനുഭവപ്പെടും, അത് സ്വാഭാവികമാണ്. ഇനി റെസ്റ്റിംഗ് ടൈമാണ്. 3 മണിക്കൂർ ഈ സംഭവം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 3 മണിക്കൂറിന് ശേഷം ഫസ്റ്റ് ലിക്വിഡ് എടുത്ത് സെക്കൻഡ് ലിക്വിഡിലേക്ക് അയക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യേണ്ടതാണ്. അതിനുശേഷമാണ് SLS ലിക്വിഡ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവർ സ്പീഡിൽ മിക്സ് ചെയ്യരുത്. പത വരാൻ, അതായത് ബബിൾസ് വരാൻ ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഐറ്റം എന്ന് പറയുന്നത് സാൾട്ടാണ്. അത് ഡയറക്റ്റ് ചേർക്കാം, അല്ലെങ്കിൽ ഇതേപോലെ കപ്പിൽ കുറച്ച് ലിക്വിഡ് എടുത്തതിന് ശേഷം അതിലേക്ക് ഇതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചേർക്കാം. ഇതായിരിക്കും കൂടുതൽ നല്ലത്. അങ്ങനെ സാൾട്ട് മിക്സ് ചെയ്തിട്ടുള്ള ആ ലിക്വിഡും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ലിക്വിഡ്. അതിനുശേഷം ആഡ് ചെയ്യേണ്ടത് ടിനോപ്പാൽ എന്ന് പറയുന്ന ഐറ്റമാണ്. മഞ്ഞ കളറിൽ ഇരിക്കുന്ന ആ ഒരു സംഭവമാണ് ടിനോപ്പാൽ. നമ്മൾ തുണികൾക്ക് വെണ്മ നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ടിനോപ്പാൽ. പിന്നെ നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് പെർഫ്യൂമാണ്. പെർഫ്യൂമും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലോത്ത് വാഷ് നല്ലൊരു മണം കിട്ടുന്നതായിരിക്കും. അങ്ങനെ പെർഫ്യൂമും കംപ്ലീറ്റ് ആഡ് ചെയ്യുക, നല്ലോണം മിക്സ്. ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട ഐറ്റം എന്ന് പറയുന്നത് കളറാണ്. നമുക്ക് ക്ലോത്ത് വാഷിന് എത്രയാണോ കളർ വേണ്ടത് അത്രമാത്രം കളർ. കിറ്റിലുള്ള എല്ലാ ഐറ്റംസ് നമ്മൾ ഫുൾ ആയിട്ട് ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. എന്നാൽ കളർ നമുക്ക് എത്രയാണോ കളർ വേണ്ടത് അത്രമാത്രം ചേർത്താൽ മതിയാവും. മുഴുവൻ ആഡ് ആക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെ ആവശ്യത്തിനുള്ള കളറും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്താൽ നമ്മൾ അടിപൊളി ക്ലോത്ത് വാഷ്. സ്മെൽ വൈസും ക്വാളിറ്റി വൈസും നോക്കുകയാണെങ്കിൽ അടിപൊളി പ്രോഡക്റ്റ് ആണ്. എങ്ങനെയായാലും 3 ലിറ്റർ വാങ്ങിക്കേണ്ട പൈസ 6.5 ലിറ്റർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയില്ലേ? സൂപ്പർ അല്ലേ, ലാഭല്ലേ? പിന്നെന്താ നോക്കി. ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് നമ്മളെ കണ്ണൂരുള്ള A to Z ക്ലീനിങ് മെറ്റീരിയൽസ് ആണ്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, വേണ്ടവർ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.